നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ബോംബ് പൊട്ടിയത് അങ്ങ് കണ്ണൂർ പാനൂരിലാണെങ്കിലും ശരിക്കും അതിപ്പോൾ പൊട്ടിയിരിക്കുന്നത് CPM-ന്റെ നെഞ്ചിൽ തന്നെയാണ്. കൊള്ളേണ്ടത് കൊള്ളുക തന്നെ ചെയ്തിട്ടുണ്ട്. സഖാക്കൾ ഇപ്പോൾ പരക്കം പാച്ചിലാണ്. ഒന്നാമത് തെരഞ്ഞെടുപ്പും അതും പോരാഞ്ഞിട്ട് കേസും കോടതിയുമൊക്കെയായി സർക്കാരിന് തലവേദന ഇങ്ങനെ നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സഖാക്കൾ അവിടെ ബോംബുണ്ടാക്കിയതും അത് പൊട്ടിത്തെറിച്ച് തങ്ങളുടെ ഒരു സഖാവ് ചിന്നിച്ചിതറിയതും. ഏതായാലും രക്തസാക്ഷിയാക്കേണ്ട സ്ഥാനത്തിപ്പോൾ CPM ശരിക്കും ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഗോവിന്ദൻ മാമന്റെ ഞെട്ടലാണ് ഞെട്ടൽ. ഏതു ബോംബ്, എവിടെ പൊട്ടി, ആര് മരിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പാർട്ടി സെക്രട്ടറി ഉരുണ്ടു കളിക്കുന്നത്. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് മരിച്ച ആളെ പിടികിട്ടിയില്ലെങ്കിലും ഒരു കൂട്ടം സഖാക്കൾ ഇന്ന് പൊട്ടിത്തെറിച്ചു മരിച്ച സഖാവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മരിച്ച ഷെറിലിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുകയാണ് CPM നേതാക്കൾ. ഏതായാലും ഷെറിലിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് CPM സംസ്ഥാന നേതൃത്വം പലതവണ ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തി നേതൃത്വം നൽകിയത്. കൂത്തുപറമ്പ് MLA KP മോഹനൻ അടക്കമുള്ളവരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പാനൂരിൽ സ്ഫോടനം നടന്നത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെയായിരുന്നു പൊട്ടിത്തെറിച്ചത്. 10ഓളം പേർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ഇതിൽ 4 പേർ അറസ്റ്റിലായി. പിടിയിലായവരെല്ലാം CPM പ്രവർത്തകരും അനുഭാവികളുമായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ആദ്യമേ തള്ളിപ്പറഞ്ഞ് കൈയൊഴിഞ്ഞു. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രിമിനലുകളാണ് എന്നായിരുന്നു വാദം. തുടർന്ന് നടന്ന ഷെറിലിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ KP മോഹനൻ എത്തിയത് കൂടാതെ ഷെറിലിന്റെ വീട്ടിലേക്ക് CPM ഏരിയ കമ്മിറ്റി അംഗം സുധീർ, ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ എന്നിവരും എത്തിയിരുന്നു. എന്നാൽ പാർട്ടി നേതാക്കൾ ആരും മരണവീട്ടിൽ സന്ദർശനം നടത്തിയിട്ടില്ലെന്ന വാദമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉന്നയിച്ചത്. മരിച്ചയാൾ ക്രിമിനൽ സംഘത്തിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി CPM തന്നെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് CPM നേതാക്കൾ ഷെറിലിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ വാർത്ത പുറത്തു വന്നത് CPM-നെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് P ജയരാജൻ പ്രതികരിച്ചത്. പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലം CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ സ്ഫോടനത്തിന് ശേഷം നടന്ന പരിശോധനയിലും നിരവധി സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ലെന്ന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ന്യായീകരണത്തിനെതിരെ കടുത്ത വിമർശനവും ഉയരുകയാണ്. പക്ഷേ തെളിവുകളാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി BJP-യും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിനെതിരെ BJP രംഗത്തുണ്ട്. സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള അമൽ എന്നയാളാണ് റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തുന്നതെന്നാണ് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ ആരോപണം. റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ വീഡിയോ സഹിതമാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പാനൂർ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിക്ക് പങ്കില്ല അല്ലേ? റെഡ് വോളണ്ടിയർ മാർച്ചിൽ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ ആരാണെന്ന് അറിയാമോ എന്ന് കുറിപ്പിൽ ചോദിക്കുന്നു. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി അമലാണ് റെഡ് വോളണ്ടിയർ മാർച്ച് നയിക്കുന്നതെന്നും കുറിപ്പിൽ പ്രകാശ് ബാബു പറയുന്നു. ആ കുറിപ്പിലെ വരികൾ ഇങ്ങനെയാണ്: ബോംബെട, ഇത് ബോംബെട. സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററോട, ഇനി കിളി പോയത് ലഷ്കർ-ഇ-തോയ്ബ മാർച്ചാണെന്ന് മാത്രം പറയരുതേ. പാനൂർ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിക്ക് പങ്കില്ല അല്ലേ? റെഡ് വോളണ്ടിയർ മാർച്ചിന് മുന്നിൽ നിന്ന് നയിക്കുന്നവൻ ആരാണെന്ന് അറിയാമോ? അറസ്റ്റ് ചെയ്ത പുണ്യാളൻ സഖാവ് അമൽ, മുഖ്യപ്രതി. അതേസമയം പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒന്നും CPM ചെയ്യില്ലെന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതോടെ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർക്ക് CPM-മായി ബന്ധമില്ലെന്നാണ് നേതൃത്വം വിശദീകരിച്ചതെല്ലാം വെറുതെയായി. ഇപ്പോഴും ഇത് തന്നെയാണ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ സന്ദർശനം നടത്തുന്നത് പതിവാണെന്നാണ് CPM നേതാവ് P ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയത്. CPM-നെ താറടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിശദീകരണം പ്രാദേശിക നേതാക്കളാണ് പോയിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ആരും പോയിട്ടില്ലെന്നും P ജയരാജൻ പറഞ്ഞു. എന്നാൽ ജയരാജന്റെ വിശദീകരണം ഒന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ ഏശില്ലെന്നാണ് നേതാക്കൾക്ക് ബോധ്യമായിരിക്കുന്നത്. അതോടെയാണ് പ്രാദേശിക നേതാക്കളുടെ ജാഗ്രത കുറവായി വിഷയം വിശദീകരിക്കുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ പാനൂർ കുന്നോത്ത് പറമ്പിൽ സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ വിനീഷ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകരെയും തള്ളിപ്പറയുന്ന നേതൃത്വത്തിന്റെ നടപടിയിൽ അണികൾക്കിടയിൽ അതൃപ്തി പടരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ശമിപ്പിക്കുന്നതിനാണ് പാർട്ടിക്കായി ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട മുളിയത്തോട് ഷെറിലിന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും KP മോഹനനും അന്തിമോപചാരം അർപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഷെറിലിനുമായി CPM-ന് യാതൊരു ബന്ധവുമില്ലെന്നാണ് CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള പ്രതികരിച്ചത്. ഇതിനുശേഷമാണ് ഏരിയ കമ്മിറ്റി അംഗം തന്നെ മരിച്ചയാളുടെ വീട് സന്ദർശിച്ചത്. മുളിയാത്തോടിൽ നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPM-നെയും വടകര ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറെയും അപമാനിക്കുന്ന വിധത്തിലും കുപ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ രംഗത്തെത്തിയിരുന്നു. വടകരയിലെ UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്നതെന്ന് പാനൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ P ജയരാജൻ ആരോപിച്ചത്. സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ്.
വർഷങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോകൾ ദുരുപയോഗം ചെയ്താണ് നുണപ്രചാരണം. ബോംബ് സ്ഫോടനത്തെ CPM ശക്തമായി അപലപിച്ചതാണ്. സ്ഫോടനവുമായി CPMന് ഒരു ബന്ധവുമില്ലെന്നും P. ജയരാജൻ പറഞ്ഞിരുന്നു. ഏതായാലും ഇനി എത്രയൊക്കെ കിടന്നുരുണ്ടാലും ക്യാപ്സ്യൂളുകൾ ഇറക്കി തടി തപ്പാമെന്ന് വിചാരിച്ചാലും തെളിവുകളൊന്നും തേച്ചു മാച്ചു കളയാൻ ആരെ കൊണ്ടും സാധിക്കില്ല. പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ചരിത്രത്തിലായാലും വർത്തമാന കാലത്തിലായാലും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മാരകമായ അക്രമ രാഷ്ട്രീയമൊക്കെ പിന്തുടരുന്ന പാർട്ടി ഏതാണെന്ന്. അതുകൊണ്ട് ആ പരിപ്പൊന്നും ഈ കലത്തിൽ വേവില്ല.